വെക്കേഷൻ വന്നിട്ടല്ലേ ഫസ്റ്റ് ട്രിപ്പാണ്. ഇതിപ്പോൾ സാമ്പ്രാണിക്കൊടിയാണ്. ഞാൻ കുറേ നാളോട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഇവിടെ പോകണമെന്ന്. പക്ഷെ എനിക്ക് ആ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഞാൻ വന്നേനായിരുന്നു. അപ്പോൾ സംഭവം തപ്പിപ്പിടിച്ചെടുത്തപ്പോഴത്തേനെ ഞങ്ങളുടെ വീടിന് കുറച്ചടുത്താണ്, അതായത് 20 കിലോമീറ്റേഴ്സ് പോലും ഇല്ല. കൊല്ലം പോകുന്ന അത്രയും ദൂരം പോലും ഇല്ലേ. അങ്ങനെ ഇത് ഇവിടെ നമുക്ക് 150 രൂപയാണ് ഇതിൻ്റെ ഒരു എൻട്രി ഫീസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ബോട്ടിൽ പോകാനുള്ളൊരു ചാർജ് മാത്രമാണ് കേട്ടോ, ആ ഒരു തുരുത്തിലെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചാർജ് മാത്രമാണ്. അപ്പോൾ 150 രൂപ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഫ്രീ ആണ്. കുട്ടികൾക്ക് 5 വയസ്സ് താഴെ കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നെ കുട്ടികളെ മടിയിരുത്താമെങ്കിൽ നമുക്ക് അത് ഒരു കുറച്ച് തരും കേട്ടോ. അങ്ങനെ നമുക്ക് പക്ഷേ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ. കാരണം അത് നല്ല ഓപ്പണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി കാറ്റും. പക്ഷെ ഒറ്റ സംഭവമുള്ളൂ, നല്ല ചൂടാണ് ഗൈസ്. നല്ലതുപോലെ സൺസ്ക്രീമും പിന്നെ നല്ലൊരു തൊപ്പി അല്ലെങ്കിൽ മാസ്ക് എന്ത് വേണേലും ഇട്ടോ എല്ലാം ഫുൾ കവറായിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ കാര്യം ഞാനിപ്പം വന്നതുകൊണ്ട് എനിക്ക് ചൂട് ഭയങ്കര ചൂട് ഒരു സഹിക്കാൻ പറ്റുന്നില്ല. അതേപോലെയാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഈ ബോട്ടിൽ പോയപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല അടിപൊളി കാറ്റ്, നല്ല രസമുണ്ട് കാണാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് നമ്മുടെ ഏറ്റവും വലിയ ആഴമുള്ളൊരു കായലാണെന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് ഒരു സംഭവമല്ലേ. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു 5 മിനിറ്റ് വേണ്ട കേട്ടോ നമ്മൾ ആ ഒരു തുരുത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കണ്ടോ ആ കാണുന്നത് ആൾക്കാരെല്ലാം ഇറങ്ങി നിൽപ്പുണ്ട്. ഇപ്പോൾ ആരോ ഒരു യൂട്യൂബർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, കറക്റ്റ് പായൽ ചേരൊക്കെ ഉള്ളൊരു വെള്ളം തന്നെയാണ്, ക്രിസ്റ്റൽ ക്ലിയർ ഒന്നുമല്ല. അതായത് ഇവിടെയാണ് നമുക്ക് ആ സ്റ്റോപ്പിൽ അവർ നിർത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇറങ്ങാം. അത്ര വെള്ളമൊന്നുമില്ല. എനിക്കൊന്ന് നേരത്തെ ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നേരത്തെ ഇത്ര വെള്ളമില്ലായിരുന്നു, പക്ഷെ ഇപ്പം ഇത്തിരി വെള്ളമുണ്ട് കേട്ടോ, മുട്ടിൻ്റെ അത്രയും ഉണ്ട്. പിന്നെ ചെരുപ്പിട്ടുകൊണ്ട് പോകുന്നതായിരിക്കും ബെറ്റർ കേട്ടോ, അല്ലെങ്കിൽ കാലിൽ കക്ക അതിൻ്റെ തോട് അങ്ങനെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ കാലിൽ കുത്തി കയറും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് ചപ്പലിട്ടോ, അതുപോലെ ചപ്പൽ ഊരിയിട്ടിട്ട് പോകുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് ഉണ്ടാവില്ല. ഇതാണ്ടോ ഇപ്പം നമുക്ക് ആ ഒരു മുട്ടിന് കുറച്ച് മേടി വരെ ഉണ്ട് കേട്ടോ വെള്ളം. കണ്ടോ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് ഏതോ ഒരു യൂട്യൂബ് ഞാൻ വീഡിയോ ഇതിന് പോകുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ ഒന്ന് കണ്ടായിരുന്നു കേട്ടോ. ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ഒന്നും അല്ല, ഇത് മൊത്തം പായലും ഒക്കെയാണ്, എന്നാലും രസമാണ്. അപ്പോൾ ദാൻ്റെ ആ ഒരു ഏരിയയിൽ ഫുള്ള് ഒത്തിരി കക്ക ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാലിങ്ങനെ തട്ടുമ്പോൾ തന്നെ മനസ്സിലാവും, കൈ വെച്ചിട്ടല്ലേ വാരുമ്പോഴേക്കേ നമുക്കത് മനസ്സിലാവും. നന്നിട്ടുണ്ടോ, ഞാൻ കൈ കൊണ്ട് വാരിയെടുത്തതാണ്. ഇത് നല്ല ഫ്രഷ് കക്കയാണ്, കല്ലുമ്മക്കായ എല്ലാം കിട്ടും. നമ്മളിങ്ങനെ വാരി എടുത്താൽ മതി. ശംഖ് ഉണ്ടോ, ശംഖിനൊക്കെ ജീവനുള്ള ശംഖാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുപ്പിയിലിട്ട് കൊണ്ടുപോകാമെന്ന്. കാര്യം അക്കൂറയുണ്ട്, അപ്പോൾ അതിനകത്ത് കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ അകത്ത് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുവാണ് ആ ശംഖ്. കണ്ടോ ഇതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് രസമുണ്ട്. ഞാൻ അതെടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ച് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടേ നമ്മുടെ അക്വേറിയത്തിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേ. കാര്യം ഞാനിത് ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നമ്മുടെ എവിടെയായിരുന്നു അവളുടെ വീട്, മയ്യനാട്, അവളുടെ കായൽ തീരത്ത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നഴ്സിംഗ് പഠിക്കാൻ പോയ ടൈമിൽ വെക്കേഷനൊക്കെ അവളുടെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കായലിൽ പോയി ഇങ്ങനെ കക്ക വാരുമായിരുന്നു. അതൊക്കെ ഒരു രസം. അവൾ മരിച്ചുപോയി ഇപ്പം. അപ്പോൾ ആ ഒരു ഓർമ്മ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തട്ടി കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ കക്കയായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ കൈ കൊണ്ട് വാരിയത്. അപ്പോൾ കക്ക നല്ല ഫ്രഷ് കക്ക. അപ്പോൾ ഞാൻ പിന്നെ എന്താണ്ടോ എല്ലാം ഒത്തിരി പേരുണ്ട് ഫാമിലിയായിട്ട്. എനിക്കത് ഫാമിലിയായിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാം അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതാണ്ട് ഈ 2 എണ്ണത്തിൻ്റെ കൂട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. അത് വരണ്ടായിരുന്നെന്ന് പിന്നീട് എനിക്ക് തോന്നി. കാര്യം പറഞ്ഞിടത്ത് നിൽക്കുന്നില്ല, അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ചാട്ടം വെള്ളത്തിൽ. എൻ്റെ പൊന്നെ, വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു, എൻ്റെ ഫോട്ടോ എങ്കിലും കിട്ടിയേനെ. ഒരു ഫോട്ടോ പോലും നല്ലതായിട്ട് എടുക്കുന്നില്ല ഗൈസ്, എന്ത് ചെയ്യാൻ. പിന്നെ കണ്ടോ എല്ലാവരും കുറേ പേര് വെള്ളത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. കാര്യം നമുക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ബോട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ ആ ഒരു സ്ഥലത്ത് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഏരിയ ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ ഈ ഫുഡ് വേണമെങ്കിൽ ഫുഡുണ്ട്. നമ്മുടെ കക്ക റോസ്റ്റും കല്ലുമ്മക്കായ റോസ്റ്റ്, പിന്നെ ഫ്രഷ് കല്ലുമ്മക്കായ വേണമെങ്കിൽ അത് ആ വള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ, അത് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഞാനൊന്ന് വലിഞ്ഞ് കയറാൻ നോക്കി കൈസ് പറ്റുന്നില്ല, എൻ്റെ ചെരുപ്പ് തെറ്റി ഞാൻ ആദ്യം വേണ്ടി താഴെ പോയി കേട്ടോ. രണ്ടാമത് ഞാനത് ട്രൈ ചെയ്ത് നോക്കി കുറച്ച് നേരം കയറിയിരിക്കാന്നൊക്കെ ഉള്ളത്, പക്ഷേ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ സൈഡിലൊന്ന് കുത്തിയിരുന്ന് 2 ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്, നല്ലൊരു തൊപ്പി മസ്റ്റായിട്ടും വെച്ചു.
എൻ്റെ ഈ ഒരു ഏരിയയിലാണ് സാമ്പ്രാണിക്കൊടി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ രക്ഷയുണ്ട്, പക്ഷെ നല്ല ആഴമുണ്ട് കേട്ടോ. ഇച്ചിരി അത്യാവശ്യം ഞാൻ ഇന്നപ്പോൾ എൻ്റെ ഒരു വയറിൻ്റെ അത്രയും വെള്ളം ഉണ്ടായിരുന്നു ആ കുഴി. അങ്ങോട്ട് കുഴിയാണ്, ഇച്ചിരി കുഴിയുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. എനിക്കിങ്ങനെ ചേറും ചെളി പായലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് പേടിയാണ്, എൻ്റെ കാലിലിങ്ങനെ തട്ടുമ്പോഴത്തേനെ. പിന്നെ അതായത് കുറച്ച് മാങ്ങ വേണമെങ്കിൽ മാങ്ങ, പിന്നെ നെല്ലിക്ക, അങ്ങനെ അച്ചാറിട്ടത്, അതെല്ലാം ഇങ്ങനെ വള്ളത്തിൽ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അതൊക്കെ ഒരു മീൻസ് ഒരു ഗ്ലാസ്സിന് 50 ദിർഹംസ്, സോറി 50 റുപ്പീസാണ്. അതും പൈനാപ്പിൾ ഉണ്ട്, മാങ്ങയുണ്ട്, പിന്നെ നെല്ലിക്കയുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബോട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആളുള്ള ഏരിയയിലൊക്കെ കുറച്ച് കറങ്ങാം. പിന്നെ ഒരു 1 hour നല്ലൊരു ട്രിപ്പാണ്. 100 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്. അത് രസമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര, ഞാൻ കയറുകയും ചെയ്തു, പക്ഷെ എനിക്ക് അങ്ങ് പേടിയായി കേട്ടോ. ഒറ്റയ്ക്കായതുകൊണ്ട്, മീൻസ് ഇവരൊക്കെ അല്ലേ ഉള്ളൂ, കുട്ടീനില്ലാത്തതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു, നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു ഏരിയയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കിടന്ന് നമ്മൾ പോകുന്നതിനനുസരിച്ച് മീനിങ്ങനെ കരിമീൻ പോലുള്ള മീനുകളില്ലേ, അതൊക്കെ കിടന്ന് ചാടുന്നുണ്ട്. അയ്യോ, ഞാൻ എന്ത് രസമായിരുന്നു അറിയാം. ഇതൊക്കെ നമ്മൾ താമസമുള്ള ഏരിയയിൽ കൂടെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പുറത്തൊക്കെ വീടുകളും ഇതൊക്കെ റിസോർട്ടുകളും അതും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ പോകുന്നത് കണ്ടൽക്കാടിൻ്റെ ഇടയ്ക്കോട്ടാണ്. അപ്പം ഞാൻ ആക്ച്വലി മൺട്രോത്തുരുത്ത് കഴിഞ്ഞ ട്രിപ്പല്ല, അതിന് മുമ്പാന്ന് തോന്നുന്നു വന്നപ്പോൾ ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അതാണ് ബ്യൂട്ടിഫുൾ, സത്യം പറയാമല്ലോ, അടിപൊളിയാണ് മൺട്രോത്തുരുത്ത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയാൻ തക്ക രീതിയിലുള്ളത് മൺട്രോത്തുരുത്ത് സൂപ്പറാണ്. അപ്പോൾ അതാണ്ട് കണ്ടൽക്കാടുകളുടെ ഇടയ്ക്ക് കൂടെ ഒക്കെ പോവാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ ഉള്ള ഒരു സൈറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നിൽക്കുന്ന ഏരിയയിലാണെങ്കിൽ കുറേ പേർക്ക് ഒരുപാട് ക്രൗഡല്ലേ, കുറേ പേരുണ്ട്. പക്ഷേ ഇവിടെ ആകുമ്പോൾ അധികം ആളൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് വലിയ സ്പേസാണ്. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെയുള്ളൊരു ഏരിയയൊക്കെ സെറ്റ് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത്. കണ്ട് ഈ ഏരിയയിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ പേടിയാവും കേട്ടോ, സത്യം പറഞ്ഞാൽ പേടിയാവും, അത് വേറെ കാര്യം. ഞാൻ നല്ല പേടിച്ചാണ് ഇരിക്കുന്നത്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ധൈര്യം ഉണ്ടെങ്കിലും എനിക്ക് നല്ല ടെൻഷനും പേടിയുണ്ടായിരുന്നു. അപ്പോൾ കണ്ടൽക്കാടുകളുടെ ഇടയ്ക്കൂടെയൊക്കെ അടിപൊളി. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു സൈറ്റിലാണ് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ടെന്ന് പറയുന്നത്. കണ്ടോ, നല്ല റീലൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വന്നോ, കിടിലമാണ് കേട്ടോ. കിടിലൻ എന്ന് പറയാൻ പറ്റത്തില്ല, അതിനപ്പുറമാണ് ഗൈസ്. നമുക്ക് ഇത്രയും ആഴമുള്ളൊരു കായലിൻ്റെ നടുക്കാണ് ഈ ഇറങ്ങി നിൽക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട് ഇറങ്ങി നിൽക്കാനുള്ളത്. ഇവിടെ എത്ര വേണമെങ്കിലും അവർ വെയിറ്റ് ചെയ്യും, കുഴപ്പമില്ല. നമ്മൾ എപ്പം കയറുന്നു അപ്പോഴേ അല്ലാതെ അവർ ഇത്ര ടൈമിംഗ് ഒന്നുമില്ല, ഇത്ര മിനിറ്റിനുള്ളിൽ തിരിച്ച് വരണമെന്നൊന്നുമില്ലേ. അപ്പം ഞങ്ങൾ കുറേ നേരമൊക്കെ നിന്ന്, നല്ല വെയിൽ കാരണം കൊണ്ട് എനിക്ക് കൂടുതൽ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അത്രയ്ക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, നട്ടുച്ചയ്ക്കൊന്നും വരുവാണെങ്കിൽ ഒരു 3 മണിക്ക് ശേഷം വരുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ടുണ്ട് കേട്ടോ, നമ്മുടെ പഴയ വന്ന ബോട്ട് തന്നെ. ആ ബോട്ടിൽ തിരിച്ച് നമുക്ക് റിട്ടേൺ പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, സീ യു.